we are going to discuss about type modifiers in C++. Type modifiers or data type modifiers in C++ are used to alter the size, range or precision of data type. We know the fundamental data types in C++ are int, char, float, double and void. Fundamental data types are integer, int, char, float, double, void. Any data types nella adinte size, range, precision ella fixed aanu. In the case of integer, it requires 1 byte of memory. In the case of char, it requires 1 byte of memory. Character anengil memory 1 byte avashyamana. Int requires 4 byte, float requires 4 byte, double requires 8 byte and void requires 0 byte in memory. So അതുപോലെ തന്നെയാണ് അതിൻ്റെ റേഞ്ചും പ്രസിഷനും ആവശ്യമായ പ്രസിഷനുമല്ല. സോ ഇങ്ങനെയുള്ള ഡാറ്റ ടൈപ്പുകൾ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പിൻ്റെ റേഞ്ച് മാറ്റാനോ അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാനോ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിന് സാധ്യമല്ല. അപ്പോൾ അത് ഫിക്സഡ് ആണ്. ഇനി നമുക്ക് അതിനേക്കാൾ കൂടുതൽ ഡാറ്റ അല്ലെങ്കിൽ കൂടുതൽ പൊസിഷൻ നമ്പേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഡാറ്റ ടൈപ്പിൻ്റെ സൈസും റേഞ്ചും എല്ലാം നമുക്ക് മാറ്റണം, ചേഞ്ച് ചെയ്യണം. സോ ഇങ്ങനെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളുടെ സൈസ്, റേഞ്ച്, പ്രിസിഷൻ ഇവയെല്ലാം ഓൾട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന C++ പ്രൊവൈഡ് ചെയ്യുന്ന പുതിയൊരു കൺസെപ്റ്റാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. ഓൾറെഡി അതിലുള്ള ഡാറ്റ ടൈപ്പ് മോഡിഫൈ ചെയ്യുക, അതാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. അപ്പോൾ ടൈപ്പ് മോഡിഫയേഴ്സ് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ടൈപ്പിൻ്റെ സൈസ്, റേഞ്ച്, പ്രിസിഷൻ എല്ലാം മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ദ മെയിൻ data type modifiers are 4 types: signed, unsigned, long, short. നമ്മളിവിടെ 4 ടൈപ്പ് മോഡിഫയേഴ്സ് ആണ് C++ൽ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. സോ പേര് പോലെ തന്നെ സൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സൈൻ പ്ലസ് ഓർ മൈനസ്. അൺസൈൻഡ് എന്ന് പറയുമ്പോൾ അവിടെ സൈൻ ആവശ്യമില്ല, അപ്പോൾ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലായിരിക്കും. ലോങ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രിസിഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ലാർജ് റേഞ്ച് ഓഫ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ. ഷോർട്ട് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് 4 കീവേഡുകളാണ്. സൈൻഡ് ഈസ് എ കീവേഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. ഇത് ഡാറ്റ ടൈപ്പുകളുടെ കൂടെ നിന്ന് അതിൻ്റെ സൈസും റേഞ്ചും പ്രിസിഷനും ഓൾട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം ദ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് char requires 1 byte, അത് ഫിക്സഡ് ആണ്. ഇൻറ്റ് നമുക്കറിയാം, ഇൻറ്റ് requires 4 byte. ഇനി ഈ കറസ്പോണ്ടിങ് മോഡിഫയേഴ്സ്, അതായത് സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ടൊക്കെ ഈ ഡാറ്റ ടൈപ്പുകളുടെ കൂടെ അതിൻ്റെ മുമ്പിലാണ് അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ട് ഷോർട്ട് ഇൻറ്റ്. അപ്പോൾ ഇൻറ്റ് ഓൾറെഡി നമുക്കറിയാം ഇൻറ്റ് റിക്വേഴ്സ് 4 byte, പക്ഷേ ഷോർട്ടാണെന്ന സമയത്ത് അത് വെറും ഷോർട്ടെന്ന് എഴുതാം, അല്ലെങ്കിൽ ഷോർട്ട് ഇൻറ്റെന്ന് എഴുതാം. നമ്മൾ ഷോർട്ടെന്ന് മാത്രം എഴുതുകയാണെങ്കിൽ ബൈ ഡിഫോൾട്ട് അത് ഇൻറ്റീജറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ഇൻറ്റ് ആണെങ്കിൽ അത് 2 byte മതി മെമ്മറിയിൽ. അപ്പോൾ നമുക്കറിയാം ഇൻറ്റീജറിൻ്റെ സൈസ് നമ്മൾ കുറച്ചു അല്ലേ, അപ്പോൾ ടൈപ്പ് മോഡിഫൈ ചെയ്തു. അപ്പോൾ ഷോർട്ട് ഇൻറ്റ് മീൻസ് ഇറ്റ് റിക്വയർസ് ഓൺലി 2 bytes ഓഫ് മെമ്മറി. ഇനി ഇത് ഓൾറെഡി 4 bytes ആണ്. അതേപോലെ ലോങ് ഇൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇൻറ്റീജറിൻ്റെ സൈസ്, റേഞ്ച് ഒന്നും കൂടെ കൂട്ടും. അത് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലോങ്. പക്ഷേ അതിന് 4 bytes ഓഫ് മെമ്മറിയുടെ ആവശ്യം മതി. പക്ഷേ അത് അതിൻ്റെ ഓൾറെഡി കേപ്പബിൾ ആയിട്ടുള്ള റേഞ്ചിനേക്കാൾ കൂടുതൽ വാല്യൂ സ്റ്റോർ ചെയ്യാം ലോങ് ആകുമ്പോൾ. അപ്പോൾ ലോങ് ഇൻറ്റെന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ലോങ് എന്ന് മാത്രം എഴുതാം. അപ്പോൾ ഇൻറ്റീജറിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ സൈസ് ഷോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് മോഡിഫയർ ആണ് ഷോർട്ട്. അതേപോലെ അതിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലോങ്. ഫ്ലോട്ട് നമുക്ക് ഓൾറെഡി അറിയാം, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനാണ്. ഇറ്റ് റിക്വയർസ് 4 bytes. ഡബിൾ നമുക്കറിയാം 8 byte. അപ്പോൾ ഫ്ലോട്ടിനേക്കാൾ ഹൈ പൊസിഷൻ സ്റ്റോർ ചെയ്താണ് ഡബിൾ അല്ലേ. അപ്പോൾ ഇനി ഡബിളിനേക്കാൾ ഹൈ പൊസിഷനാണ് നമുക്ക് വേണ്ടത്. അവിടെ പൊസിഷനാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നോക്കുക, പോയിന്റിന് ശേഷം എത്ര വാല്യൂ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ലോങ് ആകുമ്പോൾ ഡബിളിൻ്റെ കൂടെ നിൽക്കുന്നത് ഡബിളിനേക്കാൾ കൂടുതൽ വാല്യൂ സ്റ്റോർ ചെയ്യാനാണ് ലോങ് ഡബിൾ. അപ്പോൾ അവിടെ 10 bytes ഓഫ് മെമ്മറി സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഫ്ലോട്ട് റിക്വയർസ് 4 byte, ഡബിൾ റിക്വയർസ് 8 byte. അതിനേക്കാൾ ഹൈ പൊസിഷൻ വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഡബിളിൻ്റെ കൂടെ നമ്മൾ ടൈപ്പ് മോഡിഫൈ ചെയ്തു ലോങ് ഡബിൾ.
സോ ഇങ്ങനെയാണ് കൂടെ നിന്ന് ലോങ്ങും ഷോർട്ടും. ഇപ്പോൾ ലോങ് എന്ന് പറഞ്ഞാൽ റേഞ്ച് വർദ്ധിപ്പിക്കാൻ, ഷോർട്ട് എന്ന് പറയുമ്പോൾ റേഞ്ച് ഷോർട്ട് ചെയ്യാൻ. ഇനി ഇൻറ്റീജർ ടൈപ്പ് മോഡിഫയേഴ്സ് നമുക്കൊന്നും കൂടെ ഡീപ്പായിട്ട് നോക്കാം. ഇൻറ്റീജർ ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ ടൈപ്പ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റീജർ ടൈപ്പ് മോഡിഫയേഴ്സ്. സോ ഇൻറ്റ് എന്ന് പറയുന്ന സമയത്ത്, ഡാറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ യൂസ് ചെയ്യുന്ന റേഞ്ച് ഓഫ് വാല്യൂ നോക്കൂ. -32,768 to 32,767. അതാണ് അതിൻ്റെ റേഞ്ച്. സാധാ ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള റേഞ്ച് ഓഫ് വാല്യൂ. ഇതിനപ്പുറത്തേക്ക് ഒരു 32,768 എന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ ആർക്ക് പോസിബിൾ അല്ല? ഇൻറ്റീജറിന് പോസിബിൾ അല്ല. എന്നാൽ അൺസൈൻഡ് ഇൻറ്റിൻ്റെ കേസിൽ അവിടെ സൈൻ നിർബന്ധമല്ല. അതാണ് അൺസൈൻഡ്. അൺസൈൻഡ് ഇസ് എ ടൈപ്പ് മോഡിഫയർ. അപ്പോൾ ഇവിടെ റേഞ്ച് ഓഫ് വാല്യൂ പറയുമ്പോൾ സൈൻ നിർബന്ധമല്ലാത്തത് കൊണ്ട് 0 മുതലാണ് വാല്യൂ സ്റ്റോർ ചെയ്യുക. 0 to 65,535. ഓക്കെ, അപ്പോൾ അത് അൺസൈൻഡ്. സൈൻഡ് അവിടെ ആവശ്യമില്ല. സൈൻഡ് ഇൻറ്റ് ആണെങ്കിൽ സെയിം ആസ് ഇൻ, സെയിം വാല്യൂ തന്നെയാണ്. അപ്പോൾ സൈൻ ഇൻറ്റും ഇൻറ്റു സെയിം തന്നെയാണ്. അവിടെ സൈൻ ഉണ്ട്. മൈനസ് മുതൽ പോസിറ്റീവ് വാല്യൂ ആണ് സൈൻഡ് ഇൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ലോങ് ആണെങ്കിൽ, ലോങ് ഇൻറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇൻറ്റ് എഴുതേണ്ട ആവശ്യമില്ല, ലോങ് മാത്രം എഴുതിയാൽ മതി. ലോങ് ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂസ് കണ്ടോ. അപ്പോൾ വെറും ഇൻറ്റ് ആണെങ്കിൽ -32,768 to 32,767 ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ലോങ് ഇൻറ്റ് അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂസ് ഇത്രയും വരെ പോസിബിളായ വാല്യൂ സ്റ്റോർ ചെയ്യാം. അൺസൈൻഡ് ലോങ് ആണെങ്കിലോ, അപ്പോൾ അൺസൈൻഡ് ആണ്, അവിടെ സൈൻ ഇല്ല. അപ്പോൾ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. 0 to ഇതിൻ്റെ ഡബിൾ വാല്യൂ എമൗണ്ട് ഓഫ് വാല്യൂ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ കൂടെ നിന്നിട്ട്. അപ്പോൾ ഇവിടെ അൺസൈൻഡ് ലോങ് എന്ന് പറയുന്നത് രണ്ടും വരുന്നുണ്ട്. അൺസൈൻഡും ആണ്, ലോങ്ങും ടൈപ്പ് മോഡിഫയർ ആണ്. ഇൻറ്റീജറിൻ്റെ കൂടെ നമ്മൾ പറയുന്നത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൻ്റെ കേസിലാണ്. സൈൻഡ് ലോങ് എന്ന് പറയുന്ന സമയത്ത് സെയിം ആസ് ലോങ്, ഈ സെയിം, അതായത് നമ്മൾ സൈൻ ഉണ്ട്. അത് രണ്ടും സൈൻഡ് ലോങ്ങും ഒന്ന് തന്നെയാണ്. അൺസൈൻഡ് ലോങ് ആകുമ്പോഴാണ് അവിടെ സൈൻ ഇല്ലാത്തതും അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂ ഡബിൾ ആവുന്നത്, കാരണം 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട്. ഇങ്ങനെ ഇൻറ്റീജറിൻ്റെ കൂടെ നിന്ന് ഇൻറ്റീജറിൻ്റെ റേഞ്ച്, സൈസ് എല്ലാം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇൻക്രീസ് ചെയ്യാം, അതേപോലെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡിഫയേഴ്സാണ് ഏതൊക്കെയാണ്? ലോങ്, ഷോർട്ട്, സൈൻഡ്, അൺസൈൻഡ്. ഇത് നമ്മൾ പറഞ്ഞത് ഇൻറ്റീജർ ടൈപ്പ് മോഡിഫയേഴ്സാണ്. ഇനി ക്യാർ ടൈപ്പ് മോഡിഫയേഴ്സ്. ക്യാരക്ടർ ആണെങ്കിൽ നമുക്കറിയാം ക്യാർ റിക്വയർസ് 1 byte. ക്യാരക്ടറിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂ പറയുമ്പോൾ -128 to +127 വരെയുള്ള റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യുക. ആസ്കി വാല്യൂ ആണ് ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആസ്കി വാല്യൂ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ക്യാരക്ടറിൻ്റെ കൂടെ നിൽക്കുന്ന രണ്ട് ടൈപ്പ് മോഡിഫയേഴ്സ് ആണ്. ക്യാറിൻ്റെ കേസിൽ ലോങ്ങും ഷോർട്ടും പോസിബിൾ അല്ല. ക്യാറിൻ്റെ കേസിൽ നമ്മൾ സൈൻഡും അൺസൈൻഡും മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അൺസൈൻഡ് ക്യാർ ആണെങ്കിൽ ഇവിടെ സൈൻ ഇല്ല. അപ്പോൾ നോക്കൂ 0 to 255, കാരണം 0 അവിടെ സൈൻ ഇല്ല, അൺസൈൻഡ് ആണ്. സൈൻഡ് ക്യാർ എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ തന്നെയാണ്? ക്യാരക്ടറിന് ഈക്വൽ ആണ്. ഈ സെയിം റേഞ്ച് ഓഫ് സെയിം വാല്യൂസ് തന്നെയാണ്, -128 to +127. അപ്പോൾ ക്യാർ ഡാറ്റ ടൈപ്പിൻ്റെ കൂടെ നിൽക്കുന്ന ടൈപ്പ് മോഡിഫയേഴ്സ് ആണ് സൈൻഡും അൺസൈൻഡും. ഫ്ലോട്ടിംഗ് ടൈപ്പ് മോഡിഫയേഴ്സ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പിൻ്റെ കൂടെ നിൽക്കുന്ന മോഡിഫയേഴ്സ്. നമുക്കറിയാം ഫ്ലോട്ട് എന്ന് പറയുന്ന സമയത്ത് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ 4 byte മെമ്മറിയാണ് ആവശ്യം. ഫ്ലോട്ടിൻ്റെ കേസിൽ പ്രിസിഷൻ, അതായത് ഇപ്പോൾ ഡെസിമലിന് ശേഷം 7 ഡിജിറ്റ് വരെ പ്രിസിഷനെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അതിനേക്കാൾ ഹൈ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ആര് യൂസ് ചെയ്യും? ഡബിൾ യൂസ് ചെയ്യും. ഡബിളിൻ്റെ സൈസ് 8 ആണ്. ഡബിളിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 15, ഡെസിമലിന് ശേഷം 15 ഡിജിറ്റ്സ് വരെ കൺസിഡർ ചെയ്യും. ഇനി അതിനേക്കാൾ ഹയർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ടൈപ്പ് മോഡിഫയേഴ്സിൽ ആരെ യൂസ് ചെയ്യാം? ഡബിളിൻ്റെ കൂടെ നിൽക്കുന്ന ലോങ് ഡബിൾ യൂസ് ചെയ്യാം. ലോങ് ഡബിളിൻ്റെ സൈസ് 10 ആണ്. സോ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ 19 ഡിജിറ്റ്സ് വരെ, ഡെസിമലിന് ശേഷം 19 ഡിജിറ്റ് വരെയുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാം, അപ്പോൾ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോങ് ആണ്, ലോങ് ഡബിൾ. അപ്പോൾ ഫ്ലോട്ട്, ഡബിൾ, ലോങ് ഡബിൾ. അപ്പോൾ എന്താണ് ടൈപ്പ് മോഡിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടൈപ്പ് മോഡിഫയർ എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പിന് ഓൾറെഡി അതിൻ്റെ സൈസ്, റേഞ്ച്, പൊസിഷൻ എല്ലാം മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് ആണ് സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. ഇനി ആക്സസ് മോഡിഫയർ. ആക്സസ് മോഡിഫയർ മീൻസ് ഇത് ഒരു കീവേഡാണ്, കോൺസ്റ്റ്.
കോൺസ്റ്റൻറ്റിന് നമുക്കറിയാം ഫിക്സഡ് വാല്യൂസിനെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ വാല്യൂ ചേഞ്ചസ് അറ്റ് ഈച്ച് എക്സിക്യൂഷൻ ഓഫ് ടൈം. ഓരോ എക്സിക്യൂഷനും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ചേഞ്ച് ചെയ്യുന്ന വാല്യൂസാണ് വേരിയബിളിൻ്റെ അകത്തുണ്ടാവുക. അപ്പോൾ വേരിയബിളിൻ്റെ വാല്യൂ ഓരോ എക്സിക്യൂഷൻ സമയത്തും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ വാല്യൂ ഡിക്ലെയർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഫ്ലോട്ട് നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആ വേരിയബിളിൻ്റെ പേര്, അതേപോലെ ആ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ്, അതാണ് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പൈ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. പൈ നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഞാൻ പൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. പൈയുടെ വാല്യൂ ഫ്ലോട്ടാണ്, കാരണം പൈൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന 40 വാല്യൂ ആണ് സ്റ്റോർ ചെയ്യാറ്. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14. സോ നമ്മൾ ഫ്ലോട്ട് പൈ ഈക്വൽ ടു 3.14 ഇങ്ങനെ നമുക്ക് വേരിയബിളിൻ്റെ വാല്യൂ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാം, ഇനീഷ്യലൈസ് ചെയ്യാം. അതിനെ പറയുന്ന പേരാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ വേരിയബിളിൻ്റെ അകത്തേക്ക് വാല്യൂ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? പൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണ്, അതിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്തു 3.14. സോ ഇത് പൈ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഈ വേരിയബിളിൻ്റെ പ്രത്യേകത, വേരിയബിൾ ഓരോ പ്രാവശ്യവും അതിൻ്റെ വാല്യൂ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം, നിർബന്ധമില്ല. പക്ഷേ നമ്മൾ വേറൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂ ചേഞ്ച് ആവും. പക്ഷേ നമുക്കറിയാം പൈ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. പൈയുടെ വാല്യൂ ഫിക്സഡ് ആണ്. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14. അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം പൈയുടെ വാല്യൂ 3.14 തന്നെ ആവണം അല്ലേ. അപ്പോൾ അതൊരിക്കലും വേരിയബിൾ അല്ല ആവേണ്ടത്, അത് എന്താവേണ്ടത്? കോൺസ്റ്റൻ്റ് ആവണം. സോ അങ്ങനെ ഒരു വാല്യൂ നമുക്ക് ഫിക്സഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് കൂടെ യൂസ് ചെയ്യുന്നൊരു കീവേഡാണ് കോൺസ്റ്റ്, CONST, കോൺസ്റ്റ്. സോ അതൊരു ആക്സസ് മോഡിഫയർ എന്നാണ് അതിനെ പറയുക. അപ്പോൾ കോൺസ്റ്റ് ഈസ് എ കീവേഡ് യൂസ് ടു ക്രിയേറ്റ് symbolic constant whose values can never be changed during execution. അപ്പോൾ നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് മുന്നേ കോൺസ്റ്റ് യൂസ് ചെയ്താൽ, ഫ്ലോട്ട് പൈ നമുക്കറിയാം, ഫ്ലോട്ട് ഈസ് എ ഡിക്ലറേഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യണേ, തൊട്ട് മുന്നേ കോൺസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈ എന്ന് പറഞ്ഞ വേരിയബിൾ എന്തായി മാറി? അതൊരു കോൺസ്റ്റൻ്റ് ആയി മാറി. പിന്നെ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം ആ വാല്യൂ 3.14 ആണ്, അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിക്ലറേഷന് മുമ്പേ നമുക്ക് ഒരു അത് കീവേഡ്, കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ച് അതിന് ആക്സസ് മോഡിഫയർ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഫിക്സഡ് ആക്കി വയ്ക്കാം, കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കാം. അപ്പോൾ കോൺസ്റ്റ് ഈസ് എ ആക്സസ് മോഡിഫയർ ആസ് എ കീവേഡ്. കോൺസ്റ്റൻ്റ് കീവേഡാണ്. അത് നമുക്ക് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് ഫിക്സഡ് ആക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുമ്പേ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കതിന് ഫ്ലോട്ട് കോൺസ്റ്റ് എന്ന് വെച്ച് ഡിക്ലെയർ ചെയ്താൽ മതി. കോൺസ്റ്റ് ഫ്ലോട്ട് പൈ ഈക്വൽ 3.14 മീൻസ് പൈ എന്തായി മാറി? കോൺസ്റ്റൻ്റ് ആയി. പൈയുടെ വാല്യൂ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം 3.14 ആവും. ഇറ്റ് വിൽ നോട്ട് ബി ചേഞ്ച്ഡ്. ഓക്കെ.